ഹലോ ഫ്രണ്ട്സ്, പതിവ് പോലെ തന്നെ രാവിലെ സിമിയും കൂട്ടി ബീച്ചിൽ കളിക്കാൻ ഇറങ്ങി. ബീച്ചിൽ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചായ അത് ഡെയിലി മസ്റ്റാണ്. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങെത്തി. മഴയായതുകൊണ്ട് എല്ലാവരും കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ മഴയൊക്കെ മാറി ഞങ്ങൾ പതുക്കെ കളിയൊക്കെ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് ഒരു 3 കളിയിൽ പണി നിർത്തി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ തോട്ടിലൂടെ കുറച്ച് പിള്ളേർ കയാക്കിങ് ചെയ്യുന്നു. ഗസ്റ്റാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു രസം തോന്നി, അങ്ങനെ വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണമെന്ന്. ഇന്ന് പ്രവേശനോത്സവമാണ്. ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലേക്ക് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പഠന ഉപകരണങ്ങൾ സമ്മാനമായി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഞാനും സജുവണ്ണനും സിമിയും കൂടി നമ്മുടെ പിള്ളേർക്ക് വേണ്ട പഠനോപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. 2-ാം തീയതി തുറക്കേണ്ട സ്കൂളാണ്. നമ്മുടെ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും എല്ലാം ആയതുകൊണ്ട് 2-ാം തീയതി എന്നുള്ള പ്രവേശനോത്സവം അത് 9-ാം തീയതിയിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് വേണ്ട പഠന ഉപകരണങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് കൈനീരിലേക്ക് എത്തി. നേരെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലേക്ക്. ഇതാണ് ലിറ്റിൽ ഫ്ലവർ LP സ്കൂള്, ഞങ്ങളുടെ സ്വന്തം സ്കൂള്. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത് ഇവിടെയാണ്. ഇപ്പോൾ എൻ്റെ കുട്ടികളും ഇവിടെ തന്നെ പഠിക്കണം. അങ്ങനെ സാധനങ്ങളെല്ലാം ജസ് സാറിനെ ഏൽപ്പിച്ച് ഞങ്ങളിവിടെ ചെറിയ കഥകളൊക്കെ പറഞ്ഞ് നിൽപ്പായി. ഈ വീഡിയോ കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രം. ഇന്നാണ് പ്രവേശനോത്സവം. രാവിലെ തന്നെ പിള്ളേർ 2 പേരെയും നേരെ സ്കൂളിലേക്കാക്കി സിമീനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴേക്കും വിദ്യാർത്ഥികളും നമ്മുടെ രക്ഷകർത്താക്കളും എല്ലാം നേരത്തെ തന്നെ പ്രവേശനോത്സവമായിട്ട് അവിടെ സന്നിധരായിരുന്നു. അങ്ങനെ ഈശ്വരപ്രാർത്ഥനയോടുകൂടി പ്രവേശനോത്സവത്തിന് തിരികൊളുത്തി. നമ്മുടെ HM ജ്യോതി സിസ്റ്റർ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ സ്റ്റേജിൽ സന്നിധരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ പിഞ്ചോമനകൾ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്തു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ലവ്ലി ടീച്ചർ. ടീച്ചറിൻ്റെ ആ അനൗൺസ്മെൻറ്റിൻ്റെ ആ എനർജി പറയാൻ വാക്കുകളില്ല, വേറെ ലെവല്. അങ്ങനെ നമ്മുടെ സുഹൃത്തും പഞ്ചായത്ത് അംഗവുമായ നോബിൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ പ്രവേശനോത്സവം എന്ന് പറയാൻ നേരത്ത് ഒട്ടുമിക്ക പിള്ളേരും കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കിയിരുന്നപ്പം ആരെയും തന്നെ കണ്ടില്ല. അപ്പോഴാണ് എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഒരാൾ ബഹളം വെച്ച് വീട്ടിൽ പോയച്ചാൽ മതി എന്നും പറഞ്ഞ്
അങ്ങനെ രക്ഷിതാവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്കുള്ള നടത്തമാണ്. പക്ഷെ ആളൊട്ടും ഒക്കെ എല്ലാ കരച്ചു നിർത്തുന്നില്ല. ഇതൊക്കെ നോക്കി ഒരാൾ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കണം എന്നുള്ളവർക്ക് അയാൾക്കറിയില്ലല്ലോ വരും ദിവസങ്ങൾ അയാളുടേതാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ PTA വൈസ് പ്രസിഡന്റ് രതീഷും നോബിൾ ചേട്ടനും സിസ്റ്റർമാരും എല്ലാവരും കൂടി ദീപം എല്ലാം തെളിയിച്ച് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് BCC ആണ്, ബീച്ച് ക്രിക്കറ്റ് ക്ലബ്ബ്. ഞങ്ങൾ എല്ലാ ദിവസവും ബീച്ചിൽ കളിക്കാൻ വേണ്ടി പോകത്തില്ലേ, അവിടുത്തെ ചേട്ടന്മാർ. പിന്നെ കുറേ സംഘടനകളും ഈ ബാഗുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ ഒരു അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തം വിജയപാചൻ, വില്ലേജ് ബോർഡ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അങ്ങനെ ആമിച്ചനും കിട്ടിയ സമ്മാനം. ആ സമ്മാനം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്താണ് പിന്നീട് സ്കൂൾ വീണ്ടും മറ്റെല്ലാ സ്ഥലങ്ങളിലും സ്കൂൾ തുറന്നു, നമ്മൾക്ക് മാത്രം സ്കൂൾ തുറക്കാൻ പറ്റിയില്ലായിരുന്നു അല്ലേ. അതിൽ നിന്നെല്ലാം പ്രതിസന്ധികൾ മാറി നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധി വന്നാലും നമ്മളതിനെ തരണം ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും 2 ബുക്ക് വീതം, പെൻസില്, റബ്ബർ, കട്ടർ എല്ലാം കൂടെ കൂടി നമുക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ഉടനെ തന്നെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും നമ്മുടെ മുഴുവൻ പേർക്കും അവരെ ബുക്ക് വിതരണം നടത്തുകയും ഞങ്ങൾ കണ്ടു. അവർക്ക് നല്ലൊരു നമ്മൾ ക്ലാപ്പ് കൊടുത്ത് പ്രത്യേക നന്ദി അർപ്പിക്കുന്നുണ്ട്. കാരണം അതിന്റെ സെക്രട്ടറി വിജയപാസൻ ഇവിടെ ഉണ്ട്, മറ്റ് അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. കഴിഞ്ഞോടെ UBC ഫാൻസ് നൽകി ഇത്തവണ വില്ലേജ് ബോട്ട് ഇത്തവണത്തെ നെഹ്റു ട്രോഫി അവരെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടെ ചെയ്യുന്നു.
അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ നന്ദി അർപ്പിക്കാൻ പോകുന്നത്, കാരണം നമ്മള് ഇത്തവണ സ്കൂളുകൾ ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു ബാഗ് നൽകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതിനുവേണ്ടി ഞങ്ങള് പലരും ചോദിക്കുകയുണ്ടായി. ആദ്യം തന്നെ നമുക്ക് ബാഗിന് വേണ്ട പൈസ നൽകിയത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ബോബി വർഗീസ് ആണ്. അതിനുശേഷം JV സാറ്. പിന്നെ എന്നാലും അതുകൊണ്ടും പോരായിരുന്നു. അപ്പോഴാണ് ഞാൻ എല്ലാ ദിവസവും ഞങ്ങള് നമ്മുടെ 3ാം ക്ലാസ്സിലെ ഏലിന്റെ അച്ഛനും കൂടെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിച്ചത്. ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ദിവസവും ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഈ വെക്കേഷൻ. അപ്പൊ അവിടെ ഒരു ക്ലബുണ്ട്, BCC ബീച്ച് ക്രിക്കറ്റ് ക്ലബ്ബ്. അവരോട് ഞങ്ങൾ ഇങ്ങനെ പറയുകയും ഉടനെ തന്നെ അവര് കുട്ടികൾക്ക് ബാഗിനുള്ള കുറച്ച് പൈസ നൽകുകയും ചെയ്തു. അവരെ ഞങ്ങൾ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു. നല്ലൊരു ക്ലാപ്പ് അവർക്ക് നൽകാം. അതുപോലെ തന്നെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. പിന്നെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പേരുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകിയ വില്ലേജ് ബോർഡ് ക്ലബ് കൈനേരിക്കും ബീച്ച് ക്രിക്കറ്റ് ക്ലബിനും മറ്റ് സംഘടനകൾക്കും രക്ഷിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ജസ്റ്റിൻ സാർ സംസാരിക്കുന്നു. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്, എന്തിന നീയാണ്. കണ്ണടിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പിന്നെ നടന്നത് നമ്മുടെ പിഞ്ചോമനകളായ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാമും. ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനു നനയുമ്പോ ധിത്തന ധിത്തന ധിരന ധീരന ധിത്തന ധിത്തന ധിരന തിങ്കൾ കിളിയായി കുറുതാം അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ കൊച്ചു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് എന്റെ 1ാം ക്ലാസ്സിലെ പ്രവേശനോത്സവമാണ്. പിള്ളേരൊക്കെ പൊളിയാണ്. എന്താണ് പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പ്രസംഗം ആയിക്കോട്ടെ, എല്ലാം ഒരു രക്ഷയില്ല. ഇതിനെല്ലാം ക്രെഡിറ്റ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ ടീച്ചർമാർക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ജിസൻ സാറിൻ്റെ മകനാണ്. ആള് ഭയങ്കര വിജയ് ഫാനാണ്. വിജയ് സാറിൻ്റെ ഒരു പാട്ടാണ് ആൾ പാടുന്നത്. നമ്മളൊരു കട്ട വിജയ് ഫാൻ ആയതുകൊണ്ട് ആ ഒരു വൈബ് എനിക്ക് കിട്ടി. അങ്ങനെ പ്രവേശനോത്സവമൊക്കെ അതിഗംഭീരമായി അവസാനിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.